ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മൾ പിങ്ക് ലഗസി മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. ഒട്ടും സമയമില്ലായിരുന്നേ. അപ്പോൾ പിങ്ക് ലഗസി ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് എടുത്തു വെച്ചാൽ, പുറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി കളർ കുറഞ്ഞോ എന്നൊരു സംശയം. അപ്പോൾ ഇവരെല്ലാവരെയും ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി പുറത്തോട്ട് ഞാൻ എടുത്തു വെച്ചാട്ടോ. അപ്പോൾ വിചാരിച്ച് എന്തായാലും പുറത്തുനിന്ന് എടുത്തു വെക്കല്ലേ, അന്നേരം ഇവരുടെ തന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്നുള്ളത്. ഇതൊക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ച പിങ്ക് ലഗസികളാട്ടോ, ഫുൾ പോട്ടുകളാണ്. കണ്ടില്ലേ എത്ര നല്ല സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അതും കൂടെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളെടുത്തത്. ഇതൊക്കെ നമ്മൾ ഒറ്റത്തൈ വെച്ചിട്ട് ഇതാ 2, 3, 4 ഷൂട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 2 ഷൂട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇവരൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാട്ടോ. അടിപൊളിയായിട്ടെല്ലാം നിൽക്കുന്ന നോക്കി. അപ്പോൾ ഇവർക്ക് ഇച്ചിരി വെയിലിൻ്റെ കുറവുള്ളത് കൊണ്ട് ആ പിങ്കിൻ്റെ കളർ ഇച്ചിരി മാറിയ പോലെ തോന്നിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു 10 ക്യാരറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ കുറച്ചും കൂടെ വെയിലൊന്ന് കൊള്ളിക്കണം. വെയിൽ കൊള്ളിക്കാൻ വേണ്ടി വെയിലത്തോട്ട് എടുത്തു വെച്ചാട്ടോ. പക്ഷേ അപ്പം വീഡിയോ എടുക്കുമ്പോഴത്തേനും വെയിൽ കൊണ്ട് ഇതിന് ക്ലിയറും കുറഞ്ഞു അല്ലേ. കുറച്ചൊരു വെയിലത്തോട് നമ്മൾ മാറ്റി വെച്ചാൽ രാവിലെ അതിനെ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ ആയാലേ ഇവരെ വെയിൽ കൊള്ളിക്കാനായിട്ട് പറ്റത്തില്ല. ഇവരെ വെയിൽ കൊള്ളിച്ചില്ലെങ്കിൽ ഇവരുടെ ആ പിങ്ക് കളറ് മാറിയിട്ടൊരു ഗ്രീനൊക്കെ കയറി വരും പോലെ തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് വെയിലത്തോട്ട് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പിങ്ക് ലഗസി വളർത്തുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടോ, നല്ല അടിപൊളിയല്ലേ നോക്കിക്കേ. പിങ്ക് ലഗസി വളർത്തുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളിതിനെ ഫുള്ളും വെയിൽ കൊള്ളിക്കാതെ വയ്ക്കരുത് കേട്ടോ. അതേപോലെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നമുക്ക് ഇതേപോലെ തിക്കായിട്ട് തൈകൾ വന്നിട്ട് നിറഞ്ഞു നിൽക്കുള്ളൂ കേട്ടോ. നല്ല സുന്ദരികളായ ചെറിയ പോട്ടുകളും ഉണ്ട്, വലിയ പോട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ പോട്ടിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റേറ്റ് തരുന്നത്. പിന്നെ നമ്മുടെ ഒറ്റ പീസുകളുണ്ടല്ലേ, ഇതൊക്കെ ഒറ്റ പീസാട്ടോ. എത്ര വലുപ്പമുണ്ടെന്ന് നോക്കിക്കേ, കണ്ട നല്ല സുന്ദരികളായിട്ട് ഒറ്റ പീസുകൾ നിൽക്കുന്നുണ്ടല്ലേ. വീഡിയോയിൽ ഒട്ടും ക്ലിയർ ഇല്ല കേട്ടോ, വെയിൽ തെളിഞ്ഞിട്ട്. ഇതൊക്കെ ഒറ്റ പീസാണ്, ഒക്കെ നമ്മളിവിടെ വെച്ചുണ്ടാക്കിയതാട്ടോ. പിന്നെ പോട്ടുകൾ കുറച്ച് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് സെയിലായതിന് ശേഷമുള്ള പോട്ടുകളല്ല നമ്മൾ എടുത്തു വെച്ചിട്ട് റീപ്പോർട്ട് ചെയ്തിട്ട് നല്ല സുന്ദരികളാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇതിന് ചെയ്യുന്ന വളം എന്താണെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം വളം ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരൊറ്റ രാസവളങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തുന്നില്ല കേട്ടോ. മണ്ണും ചാണകപ്പൊടി മാത്രം ചേർത്തിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ തിക്കായിട്ട് വളർത്തിയെടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുണ്ടോ എത്ര നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കുക. നല്ല സുന്ദരികളല്ലേ നോക്കിക്കുക. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അതേപോലെ ഫുൾ പോട്ടുകളായിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പിങ്ക് ലഗസിൻ്റെ ഫുൾ പോട്ടോ ഒറ്റ പീസോ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ ഓരോരോ പോട്ടുകളാണ്. ഇതൊരു പോട്ടാണ്, കണ്ടോ, ഇതൊരു പോട്ടാണ്. എന്താ, ചെറിയ പോട്ടും വലിയ പോട്ടും എല്ലാം ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് തരാനായിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്നറിയോ, ആദ്യമൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ചും കൂടെ വലിയ ഈ ഇലകൾ വലിപ്പം വെക്കുമായിരുന്നു. ഇത് നമ്മൾ മിനിയേച്ചർ വന്നിട്ട് പൊക്കം വെക്കാത്ത ഒരു പിങ്ക് ലഗസിയാണ് കേട്ടോ. തീരെ പൊക്കം കുറവായിരിക്കും. ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വന്ന് നിൽക്കുവേ, പൊക്കം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നിറച്ച് തിക്കായിട്ട് ഇതിൽ തൈകളും ഉണ്ടാകും കേട്ടോ. നമ്മളൊരു ഷൂട്ടൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇവർ തൈ വരും കേട്ടോ. തൈ വന്ന് 3, 4, 5 തൈകൾ വന്നിട്ട് നിറഞ്ഞിട്ട് ഒരു ചെറിയ ഫുൾ പോട്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ തൈ വെച്ച് കൊടുത്താൽ, ഒറ്റ തൈ വെച്ച് കൊടുത്താൽ കണ്ടില്ലേ, അതിലൊക്കെ എത്ര തൈയാണ് വന്നിരിക്കുന്നത് നോക്കി. ഇത് പിന്നെ ഒറ്റൊരു മദർ പ്ലാന്റ് ആട്ടോ. അത് തൈ അതിന് കയറി വരുന്നുണ്ട്, മുള പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ തൈ വെച്ച് കൊടുത്താണ്. ഇതിൽ 3 പീസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പീസിൻ്റെ 4 പീസിൻ്റെ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പോട്ടുകൾ തരാനുണ്ട്. അപ്പം അതായാലും പോട്ടുകളായിരിക്കും കേട്ടോ, ഫുൾ പോട്ടുകളായിരിക്കും. 3, 4, 5 പീസിൻ്റെ ചെറിയ പോട്ടുകളും നമുക്ക് തരാനുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പിങ്ക് ലഗസി വാങ്ങിക്കുന്നവരോട് ഒന്നും കൂടെ പറയുകയാണേ, ഇടയ്ക്കിടയ്ക്ക് അവരെ വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കളറിന് ഇച്ചിരി മങ്ങൽ വരും കേട്ടോ. ഒരു ഗ്രീൻ കളർ കൂടി വരും, ഈ പിങ്ക് പോയിട്ട് ഗ്രീൻ കളർ കൂടി വരും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് വെയിലത്ത് ഇറക്കി വെച്ച് അവരെ വെയിൽ കൊള്ളിക്കണം. പിന്നെ 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്ക് വെള്ളം തെളിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരെ തൈ പൊട്ടുന്നത് കുറയും. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൈ പൊട്ടുന്നത് കുറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ചാണകപ്പൊടി മണ്ണും മാത്രം ഇട്ടിട്ട് വളർത്തുന്നതാണ് നമ്മുടെ ഈ പിങ്ക് ലഗസി. അതേപോലെ തന്നെ എനിക്കുള്ള ചെടികളെല്ലാം നമ്മൾ ചാണകപ്പൊടി മണ്ണും മാത്രം ചേർത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട. ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല, ഒരാൾ പോലും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യുന്നില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഹൈപ്പ് ചെയ്യുക. ബായ്.